Good morning everyone. Welcome back to my YouTube channel. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ലൈഫ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ. സോ ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ ഞാൻ ദേ ത്രെഡൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നലെ. ഇന്ന് ഇവിടെ ഓണപ്പരിപാടിയാണ്. ഇന്നൊരു സാറ്റർഡേ ആണ്. എനിക്ക് ആക്ച്വലി ഡേ ഉള്ള ദിവസമാണ്, വർക്ക് ഉള്ള ദിവസമാണ്. പക്ഷെ ഞാൻ ഇന്ന് ഡേ ഓഫ് എടുത്തു. എന്നിട്ട് നമ്മളിവിടെ അടുത്തൊരു BCMA എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളി അസോസിയേഷൻ ആയിരിക്കും, എനിക്കറിയില്ല. ഞാനിങ്ങനെ ഒരു ഗ്രൂപ്പിൽ കണ്ടതാണ്. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഇങ്ങനെ ഒരു ഓണപ്പരിപാടി ഉണ്ട് ഇങ്ങനെ. അപ്പോൾ $25 ടിക്കറ്റ്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിക്കും പോകാറില്ല, ഒന്നും ചെയ്യാറില്ല. ഞാൻ കുറച്ച് പേർക്കെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു പരിപാടിയില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കുക, വർക്കിന് പോവുക എന്നൊക്കെയാണ്. ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ എപ്പോഴും ജോലി ചെയ്യുക, വീട്ടിൽ വരിക, കോളേജിൽ പോവുക, ജോലി ചെയ്യുക, വീട്ടിൽ വരിക, കോളേജിൽ പോവുക, ഇത് ഞാൻ അങ്ങോട്ട് നിർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ നിർത്താമെന്നല്ല, ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ആകെ കിട്ടുന്ന ഒരു സംഭവമല്ലേ ഓണം, വർഷത്തിലൊരിക്കൽ വരുന്നൊരു കാര്യമല്ലേ. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഓണം ഫംഗ്ഷന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ മലയാളികളായിരിക്കുമല്ലോ കാണുന്നത്. അപ്പോൾ കുറേ ആളുകളെ മീറ്റ് ചെയ്യാം, കുറേ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കാം, ആളുകളെ പരിചയപ്പെടാം എന്നുള്ള ഒരു മോട്ടീവ്. പിന്നെ എനിക്ക് നല്ലപോലെ സദ്യ കഴിക്കാം. ഇങ്ങനത്തെ ഇതാണ് ഞാനെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ദേ ഇവിടെ മണി 8:30 ആയിട്ടുണ്ട്. 10:30 ഫംഗ്ഷൻ തുടങ്ങുന്നത്. ഇനി എണീറ്റൊന്ന് ഫ്രഷ് ആവണം, പിന്നെ ഒരു ഫേസ് മാസ്ക് ഇടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ സാരി, ഇന്നലെ റോഷ്നിയുടെ എനിക്ക് ആകെ 2 സാരി ഉള്ളൂ. അത് 2 ഞാൻ ഒരുപാട് തവണ ഇട്ടതാണ് ഇവിടെ. അപ്പോൾ റോഷ്നിയുടെ ഒരു 2 സാരി ഉണ്ട്. ഒന്നൊരു കറക്റ്റ് ഓണം വൈബുള്ളൊരു സാരിയാണ്, ഒന്നൊരു പാർട്ടി വൈബുള്ള സാരിയാണ്. പക്ഷേ ഓണം വൈബുള്ള സാരിക്കൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തേക്കാൻ എന്നെക്കൊണ്ട് സമയവുമില്ല, അതിനുള്ള മനസ്സും എനിക്കിപ്പോൾ ഇല്ല. അപ്പം ഞാൻ കരുതി ആ റെഡ് സാരി തന്നെ ഉടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബ്ലൗസൊക്കെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആദ്യം ഓടിപ്പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ഫേസ് മാസ്ക് ഇട്ടിട്ട് കാണാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട്, അത് ഫിഗർ ഔട്ട് ചെയ്യണം എന്ത് വേണമെന്നുള്ളത്. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. കോപ്പിറൈറ്റ് വരും. അങ്ങനെ അതാ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അതിഥിയാണ് എന്നെ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ് കാണാൻ? ഞാൻ ഈ ഒരു സാരിയാണ് എടുക്കുന്നത്. ബ്ലൗസ് ഭയങ്കര ലൂസാണ് എനിക്ക്. അപ്പം ഞാൻ എങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പ്ലീറ്റ് എടുക്കാൻ താല്പര്യം ഇല്ല, എന്നാലും കുഴപ്പമില്ല. ഞാനെൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കൊള്ളാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തും. Is it looking good? Yup. No? Yeah. Okay. അങ്ങനെ അതാ ഞാൻ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുവാണ്. പരിപാടി 10:30 മണി ഇപ്പോൾ 12 ആവുന്നുണ്ട്. സദ്യയൊക്കെ ഇപ്പോൾ കിട്ടുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് പതിയെ അങ്ങോട്ട് നടക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സാരി. ആക്ച്വലി വീട്ടിനകത്തുള്ള ലൈറ്റിൻ്റെ കളറിൽ വേറൊരു കളറാണ്, വെളിയിൽ വരുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ കളർ മനസ്സിലാവുന്നത്. എനിക്കെല്ലാം ഇങ്ങനെ ഇഷ്ടമായി. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫോളായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയൊന്നും ഇപ്പോൾ മരങ്ങളൊന്നും ഇലകളൊന്നും വീണ് കിടക്കുന്ന കാണുന്നില്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ കാണിക്കാം കേട്ടോ, പറ്റുമെങ്കിൽ. ബൈ. ഫോളായി തുടങ്ങിയിട്ടുണ്ട്, മൊത്തം ഇലകൾ കൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഫങ്ഷൻ നടക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ്, എന്താണ്, ഏതാണെന്നൊക്കെ. ലെറ്റ്സ് സീ. ഓക്കെ, ഇതാണ് 126 ആൽബിയോൺ സ്ട്രീറ്റ്. നമ്മുടെ ഒരു ക്യൂട്ട് അത്തമുണ്ട്. ബ്രാൻഡ് കമ്മ്യൂണിറ്റി ആൻഡ് കൗണ്ടിങ് അസോസിയേഷനാണ്. നമുക്കിതേ ഇവിടെ ഒരുപാട് പേര് മലയാളികളുണ്ട്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ആക്ച്വലി ഒരു ചളിപ്പുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫങ്ഷനൊക്കെ ഒറ്റയ്ക്ക് വരുന്നത്. നോക്കാം.
ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Now, for those of you who may not understand Malayalam, including our esteemed with Mahavali and chief guest. How was it? You guys are happy? ഇത് വെറും ഒരു ട്രെയിലർ ആണ്, ഒത്തിരി പരിപാടിയുണ്ട്. Okay? So ഇവിടെ ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുവാണ്. കുറേ പേരൊക്കെ ഉണ്ട്. ഇപ്പം ചെണ്ടമേളം കഴിഞ്ഞു, പിന്നെ മാവേലി വന്നു. ഇനി മറ്റേ തീ കൊളുത്തുന്ന പരിപാടിയാണ്. തീ കൊളുത്തുന്ന പരിപാടിയോ? വിളക്ക് കൊളുത്തുന്ന പരിപാടിയാണ്. mega sponsors here. ഒരു രക്ഷയില്ല. ഈ ചേച്ചിമാർ പൊളിച്ചു കേട്ടോ. കാരണം അവർക്ക് ആകെപ്പാടെ വളരെ ലിമിറ്റഡ് ടൈമിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ട് അവർ പ്രാക്ടീസ് ചെയ്ത് ഒരാൾ പോലും ഒന്നുപോലും തെറ്റിക്കാതെ നല്ല അടിപൊളിയായിട്ട് കളിച്ചു. എനിക്കാണെങ്കിൽ ഈ തിരുവാതിര കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കൂൾ കാലവും ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വന്നത്. ഭയങ്കര ഒരു ഗുഡ് ഫീലായിരുന്നു ശരിക്കും. ഈ തിരുവാതിര ഫസ്റ്റ് തുടങ്ങി കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാനങ്ങ് മെഴുകി ഇതിനകത്തങ്ങ് ആയിപ്പോയി. ഈ ഒരു തിരുവാതിരക്കകത്തായിരുന്നു ഫുള്ള് ഞാനിരുന്നത്. എല്ലാവരുടെ മുഖത്തും ഒരു സന്തോഷവും ഒരു ഭയങ്കര രസമായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് ഈ കുട്ടീൻ്റെ ഒരു കുച്ചിപ്പൊടി. ഞാൻ കുച്ചിപ്പൊടിയുടെ ഇടയിൽ സദ്യ കഴിക്കാൻ പോയി. ഞങ്ങൾ 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോകും. അയ്യോ ബോളില്ലെങ്കിൽ അടി ഉണ്ടാക്കും കേട്ടോ. അല്ല ബോളി ഉണ്ടെങ്കിൽ അടി ഉണ്ടാക്കും ഉറപ്പായിട്ട് അടി ഉണ്ടാക്കും. ബോളി പൈസ ഇല്ലെങ്കിൽ അടി ഉണ്ടാക്കും. സദ്യ ചോറ് വന്നു, കാളം വന്നു, തോരൻ വന്നു, ഓലൻ വന്നു, ഇനി പച്ചടി വന്നു, കിച്ചടി വന്നു. കുറച്ചുകൂടെ സാമ്പാർ ഒഴിച്ചു. ഓക്കെ. അയ്യോ ഇങ്ങോട്ടായിരുന്നു അല്ലേ ഇടുന്നത്? അല്ല ഇങ്ങോട്ടല്ലേ ഇടുന്നത്? ആണല്ലേ? ഞാൻ ഇന്നലെ വീട്ടിൽ മാറിയിട്ടത്. ഞാൻ ഇപ്പുറത്തായിട്ടെന്ന് തോന്നുന്നു. അതെ. Потом ты
ഇച്ചിരി പപ്പടം ഞാൻ തരാം. Thank you. കുറച്ച് മതി മതി. കലക്കി പോരെ. സദ്യ എനിക്കിഷ്ടമായി, അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടൊരു മറി അല്ലേ. അങ്ങനെ സദ്യ കഴിഞ്ഞിട്ടുണ്ട്. സദ്യ അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞു തരാം പിന്നീട്. ബാലയാണ് നമ്മുടെ പെൺകുട്ടികളുടെ ഒക്കെ സ്റ്റാർ. അവൻ ബാലയിൽ നല്ല കൈയിടം എടുത്തു. കിട്ടിയ ഗ്യാപ്പിൽ ഞങ്ങളും ഒന്ന് സ്റ്റേജിൽ കയറി കളിച്ചു കേട്ടോ. ഇതൊക്കെ ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല എൻ്റെ കൂടെ കളിക്കുന്നത്. ആർക്കെങ്കിലുമൊക്കെ ഡാൻസ് കളിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. ഞാനങ്ങ് സ്റ്റേജിൽ കയറി കൈ പൊക്കിയിട്ട്, അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഇവരുടെ ചെണ്ടമേളം ഒരു രക്ഷയില്ലാത്ത ചെണ്ടമേളമായിരുന്നു.
ഞാൻ ദേ ഇറങ്ങി കേട്ടോ അവിടെ നിന്ന്. ഇനിയൊരു 1 മണിക്കൂറുടെ ഉണ്ട് പരിപാടി. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഗെയിംസൊക്കെയാണ്. എന്താ വടംവലി, പിന്നെ കസേര ചുറ്റൽ, അങ്ങനെയുള്ള എന്തൊക്കെയോ ഗെയിംസ്, പിന്നെ അവിടെ എന്തൊക്കെയോ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അയ്യോ ഇപ്പം ഞാൻ തട്ടി വീണേ. എനിവേ എനിക്കിനി വീട്ടിൽ പോയിട്ടൊരു റീല് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ പക്ഷെ അതിന് മുന്നേ റോഷ്നിക്ക് അവളുടെ കുർബാന എന്തോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പള്ളിയിൽ 5 മണിക്ക്. അപ്പോൾ എനിക്ക് അതിന് മുന്നേ ഈ സാരി തിരിച്ചു കൊടുക്കണം റോഷ്നിക്ക്. റോഷ്നി ഈ സാരി ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഓടിപ്പോയി ഒരു റീല് ഷൂട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് റോഷ്നിക്ക് ഇത് കൊടുക്കാം. പക്ഷേ എന്തായാലും ഓക്കെ, ലൈക്ക് അബൌട്ട് ടുഡേ എന്തെങ്കിലും പറയണമല്ലോ, ഇന്നത്തെ ദിവസമായിട്ട് പറയണമല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിന്ന് 10 മണിക്കൂർ ഷിഫ്റ്റ് ഉള്ളൊരു ഡേ ആയിരുന്നു. സാറ്റർഡേ ആണ് അവർക്ക് എന്നെ ആവശ്യവും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വീട്ടിൽ ചത്തുകുത്തി ഇരിക്കുന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാറില്ല. സോ ഐ വോണ്ട് ടു കം ഔട്ട്. എനിക്ക് കുറേ മലയാളികളെ പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. പരിചയപ്പെടാൻ പറ്റി. കുറേ ആളുകളെ പരിചയപ്പെട്ടു, കോണ്ടാക്ട്സ് മേടിച്ചു. ഭയങ്കര നൈസായിരുന്നു. $25 ആയിരുന്നു ടിക്കറ്റ്. അതെനിക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നി. അതായത് മെൻ്റലി ഐ വാസ് സോ ഹാപ്പി. ഞാൻ ആദ്യം അവിടെ പോയപ്പോൾ തന്നെ 2-3 പേരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പരിപാടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ജനഗണമനയൊക്കെ പാടിയപ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ എന്തോ ഒരു കുളിരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പാട്ടൊക്കെ കേട്ടു, ചെണ്ടമേളം, പിന്നെ നമ്മുടെ മാവേലിക്ക് വന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. മാവേലിക്ക് വന്നിട്ട് നൈസായിരുന്നു. ചെണ്ടമേളം ഒരു രക്ഷയില്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സദ്യ, എൻ്റെ പൊന്നു മോനെ, നല്ല അമ്പിളി സദ്യയായിരുന്നു ഞാൻ കഴിച്ചത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി സദ്യ. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഞാൻ പണ്ട് എൻ്റെ ഉമ്മ എപ്പോഴും പറയും എന്നെ എവിടെ സദ്യക്ക് കൊണ്ടുപോയാലും കൊള്ളത്തില്ല എന്ന്. കാരണം ഞാൻ ഈ സദ്യയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഒന്നും ഞാൻ കഴിക്കാത്ത ആളാണ്. പക്ഷേ ഇന്ന് ഞാൻ സദ്യ കഴിച്ച സമയത്ത് ഞാൻ എല്ലാ കറികളും കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഞാൻ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് പിന്നെ ഡാൻസ്, പാട്ട്, ഈ പറയുന്ന പോലെ ചെണ്ടമേളം, ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു. ഇതൊക്കെ എനിക്ക് ഒരുപാട് എന്താ പറയാൻ, എനിക്ക് കുറച്ചുകൂടെ ആളുകളുമായിട്ട് സംസാരിക്കാൻ പറ്റി. ഞാൻ കരുതിയിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കാനഡ വന്നപ്പോൾ ഞാനൊരു ഇൻട്രോവേർട്ടായി മാറുന്നുണ്ടോ എന്ന് എനിക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു. ആക്ച്വലി ചെറിയൊരു ഇൻട്രോവേർട്ടായി മാറുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പോയപ്പോൾ എനിക്ക് മാക്സിമം ആളുകളോടൊക്കെ സംസാരിക്കാൻ പറ്റി, കുറേ കൂടെ സോഷ്യലൈസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം, ആദ്യമായിട്ടാണ് ഞാനൊരു സോഷ്യൽ ഇവൻറ്റിന് ഒറ്റയ്ക്ക് പോകുന്നത്. നോർമലി ഞാനിങ്ങനെ എന്ത് പരിപാടിക്കുണ്ടെങ്കിലും ഒരാളെങ്കിലും എൻ്റെ കൂടെ കാണുന്നതാണ്. ഇന്ന് ഒരു മനുഷ്യൻ പോലും എൻ്റെ കൂടെ ഇല്ലായിരുന്നു. റോഷ്നിക്ക് ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ റോഷ്നിക്ക് വരാൻ പറ്റത്തില്ല. റോഷ്നി ട്രൈ ചെയ്തു. പിന്നെ വേറെ ആരും അങ്ങനെ ഇല്ല ചോദിക്കാനും, എനിക്കങ്ങനെ കൂടെ വരുമെന്ന് ചോദിക്കാനൊന്നും ആരും ഇല്ല വേറെ. സോ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ എനിക്കങ്ങനെ ടെൻഷനില്ല. എനിക്കിപ്പോഴും ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് മടിയുള്ള ഒരേ ഒരു കാര്യം സിനിമ കാണാൻ പോകാന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എനിവേ അങ്ങനെ ഒറ്റയ്ക്ക് ആദ്യമായിട്ടൊരു സോഷ്യൽ ഇവൻറ്റിന് പോയപ്പോൾ എനിക്ക് ആദ്യം ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചു, സെറ്റായി, വൈബായി, അടിപൊളിയായിരുന്നു. എനിക്ക് ഐ തിങ്ക് എന്ത് പറയാനോട് ഒരു വെൽ സ്പെൻഡ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നി. ഇപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, 10 മണിക്കൂറിൻ്റെ ഷിഫ്റ്റിൻ്റെ പൈസ കളഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ ഞാനിങ്ങനെ 2 ദിവസം മുന്നേയൊക്കെ ആലോചിച്ചു. അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഷിഫ്റ്റ് കളഞ്ഞിട്ടാണല്ലോ എന്നൊക്കെ. പക്ഷെ കാര്യമില്ല. കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മളിവിടെ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ ഭയങ്കര ബോറായി പോകും. ഡ്രൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ഡ്രൈ ആയിപ്പോവും. അത് ഭയങ്കര ബോറാട്ടോ. അതുകൊണ്ടിട്ട് നിങ്ങളും ഇതുപോലെ ഒറ്റപ്പെട്ടൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ, അവസരം ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് കാര്യം. അപ്പോൾ ഞാൻ ഇനി ഒരു ലോങ് സ്പീച്ച് പറയാനുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. അവിടെ ഒരു 3 പെൺകുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഡാൻസായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു ഡാൻസായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ എൻ്റെ പണ്ടത്തെ കുട്ടിക്കാലം ഓർമ്മ വന്നേ. ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ആളുകളൊക്കെ ഇങ്ങനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹിറ്റ് ചെയ്തു. ആ കാര്യങ്ങളൊക്കെ ഇന്ന് കണ്ടപ്പോൾ ഞാനും ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ ആ 3 കുട്ടികളുടെ അടുത്തും ഞാൻ സംസാരിച്ചു. ഡാൻസ് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. നല്ല എന്തു പറയാനാണ്, എനിക്ക് കുറേ എൻ്റെ നാട്ടിലെ കുഞ്ഞിലത്തെ മെമ്മറീസാണ് ഇന്നിപ്പോൾ ഞാൻ ഇവിടെ പോയപ്പോൾ എനിക്കിങ്ങനെ കിട്ടിയത്. പണ്ടത്തെ ഒരു നോസ്റ്റു അടിക്കൂലേ, അതായിരുന്നു ഇന്നത്തെ ഡേ മൊത്തം. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു ഇന്നത്തെ ഡേ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ്, എൻ്റെ ഒരു ലുക്ക് എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് ആ റീല് ഷൂട്ട് ചെയ്യണം.
കാരണം റീലിന് പറ്റിയൊരു കോസ്റ്റ്യൂമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. മറ്റേ മഞ്ജു വാര്യരുടെ ഒരു പുതിയ പാട്ടുണ്ടല്ലോ, അപ്പം ആ കളറിലൊരു സാരിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനത് ചെയ്യാമെന്ന് വിചാരിക്കുവാണ്. റോഷ്നിക്ക് പെട്ടെന്ന് സാരി ഊരി കൊടുക്കണം. അയ്യോ, അങ്ങനെയുള്ള പരിപാടിയാണ് ഇനിയുള്ളത്. ഓടി വീട്ടിൽ പോട്ടെ. ആയി തുടങ്ങിയിട്ടുണ്ട്, മരങ്ങളൊക്കെ മഞ്ഞായി തുടങ്ങിയിട്ടുണ്ട്. ചേച്ചി ഹായ്, പേരെന്താ? അങ്ങനെ റീലൊക്കെ ഷൂട്ട് ചെയ്തു, ഡ്രസ്സ് മാറി, സാരി അടിച്ച് ഞാൻ റോഷ്നി കൊടുത്തു. ഇനി അടുത്ത് റോഷ്നി അതിട്ട് ഷൈൻ ചെയ്യാനായിട്ട് പള്ളിയിൽ പോവുകയാണ്. അങ്ങനെയാണ് പരിപാടി. എനിക്കിത് അഴിക്കാൻ തോന്നുന്നില്ല, കാരണം നല്ല രസമുണ്ട് കാണാൻ, എനിക്കിഷ്ടമായി. അതാണ് കാര്യം. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എൻ്റെ റൂമൊക്കെ ആകെ മെസ്സി ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് എടുത്തിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വ്ലോഗ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്, ഇല്ലെങ്കിൽ ഞാൻ ബൈ പറയുന്നതാണ്. ഇപ്പോൾ ബൈ പറയുന്നില്ല എന്തായാലും. ഓക്കെ, എന്നെ ഞാൻ തന്നെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പോന്നു റോഷ്നി, അതേ സാരി, അതേ ഓർണമെന്റ്സ്, പള്ളി പോകുന്നു, ഷോ കാണിക്കാൻ പള്ളി പോവുക. എന്ത് ചെയ്യാൻ ഗായ്സ്, കോപ്പിടി തന്നെ എല്ലാവരും. റോഷ്നി അതെ ഹീലൊക്കെ ഇട്ടുണ്ട് പള്ളിയിൽ ഷോ കാണിക്കാൻ പോവാണ്. ഇന്നലെ മാട്രിമോണിയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ ഷോ കാണിച്ചു. ഇന്നത്തെ ലിപ്സ്റ്റിക്ക്, പണ്ടൊക്കെ പള്ളി പോകുന്ന കൊച്ച് ലിപ്സ്റ്റിക് ഒന്നും ഇടില്ലായിരുന്നു. ഇപ്പം ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പൊട്ടൊക്കെ വെച്ച് ധൈര്യം അത് ഒരുങ്ങി പോവുകയാണ്. അങ്ങനെയെങ്കിലും ചെക്കനെ കിട്ടട്ടെ. ബൈ, ഓൾ ദ ബെസ്റ്റ്. ഹായ് കജോ. Kajo came and had Onam feast today. How was the feast? It was amazing. I loved it. And if this is going on a vlog, I love it. I love it. I love South Indian food. I love Kerala. Bye. Have a good night. Thank you. ഗായ്സ്, അപ്പോൾ ഇത്രയും നേരം ഉള്ളതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ആക്ച്വലി ഞാൻ ഇവിടെ വന്ന് ഉച്ചയ്ക്ക് ഇരുന്നില്ലേ, വൈകിട്ടായപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നതിന് ശേഷം റോഷ്നി വന്നിട്ട് പിന്നെ ഞങ്ങൾ ചുമ്മാ കുറച്ച് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ചുമ്മാ ഇവിടെ പുറത്ത് നിന്ന് കുറച്ച് റീലൊക്കെ എടുത്തു, ഡാൻസ് കളിച്ചു. അത് കഴിഞ്ഞിട്ട് റോഷ്നിയുടെ ഫ്രണ്ട് കജോൾ വന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഓണസദ്യ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, നെജിനും ഷാറനും ഒക്കെ. അപ്പോൾ അവരുടെ കൂടെയൊക്കെ കുറച്ച് നേരം സംസാരിച്ച് കളിച്ച് ചിരിച്ചൊക്കെ നിന്നു. അതിനുശേഷം ഞാൻ വന്ന് ഫ്രഷായി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് വ്ലോഗ് എൻഡ് ചെയ്തില്ലല്ലോ എന്ന്. നേരെ സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന ഷീറ്റ് മാസ്കുകളാണ്. ഒന്നുപോലും ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി ഇന്നൊന്നെടുത്ത് ഉപയോഗിക്കാമെന്ന്. അപ്പോൾ ഇത് ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ടിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു കാനഡയിലെ എൻ്റെ 2ാമത്തെ ഓണമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു കുട്ടി ഓണം സ്പെഷ്യൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഇട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.